ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നീട് വന്ന സത്യനന്ദക്കാട്, പ്രിയദർശൻ, ഒരുപാട് സിനിമകളിൽ പപ്പുച്ചേട്ടനെ മികച്ച സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ആ പടങ്ങളുടെ ഒക്കെ ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരാളാണ്, നിർമ്മാതാവാണ്, കൺട്രോളറാണ്. ഒരു സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരാളാണ്. ഏറെ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കുതിരോട്ടം പപ്പു എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സാർ. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ വളരെ സന്തോഷം അദ്ദേഹം ഇങ്ങനെ വന്നത്. അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ നമ്മൾ സുരേഷ് കുമാറിൻ്റെ എല്ലാ പടങ്ങളുടെയും ഫുൾ ചാർജ് പുള്ളിക്കാണ്. പുള്ളിയെക്കുറിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തമാശ പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പടത്തിൻ്റെ പേര് പറഞ്ഞാൽ മമ്മൂട്ടിയുള്ള ഒരു പടമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഊട്ടി നടക്കുന്നുണ്ട്. ഊട്ടി നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ എരുമകൾ വേണം. എരുമകളെ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ജോണി വാക്കർ ആ സിനിമയിൽ എരുമകളെ കൊണ്ടുവന്നപ്പം പയ്യനാണ്. ഈ എരുമയെ കൊണ്ടുവന്ന പയ്യൻ ആ ചെളിയിൽ വീണ് മരിച്ചു ചെയ്തു. അപ്പോൾ ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല, ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മരിച്ചവൻ്റെ ബോഡി കിട്ടണമെന്നാണ്. ഉടനെ അപ്പി രംഗത്തോട്ടാണ്. ഒരു കാര്യം പറയാം, 1 മണിക്കൂറിനകം എൻ്റെ ശവം എനിക്കിവിടെ കിട്ടണം. 1 മണിക്കൂറിനകം എനിക്ക് എൻ്റെ ശവം ഇവിടെ കിട്ടണം, അല്ലാതെ ഇവിടെ ഷൂട്ടിംഗ് നടക്കില്ല, എല്ലാം ഇറങ്ങിയെടുക്കാം നോക്കാന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. ഇയാൾ ജീവിച്ചിരിക്കും ഇങ്ങനെ പറയുന്ന ഡയലോഗ്. അങ്ങനെ അപ്പിയെ കുറിച്ച് അങ്ങനെ അറിയാം. അപ്പി രാധാകൃഷ്ണൻ. അല്ല, ഞാനത് ആമുഖത്തിൽ പറയാതിരുന്നതാണ്. അത് പക്ഷെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ അറിയാം. ഇൻഡസ്ട്രി രാധാകൃഷ്ണൻ എന്നുള്ള പേരിന്റെ സിനിമയിൽ ഒരുപാട് പേരുണ്ട്, ഡയറക്ടറോട്ട് എല്ലാം പാടുന്നു. പക്ഷേ അത് ഒരു വാത്സല്യത്തോടെയുള്ള വിളിയാണ് കേട്ടോ. അത് അല്ലാതെ പറയുന്നതല്ല. സിനിമ ഇൻഡസ്ട്രി മുഴുവൻ അപ്പി രാധാകൃഷ്ണൻ ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അദ്ദേഹം നിർമ്മാതാവ്, പ്രൊഡക്ഷൻ, എല്ലാ സിനിമയുടെ ഏത് മേഖലകളിൽ നോക്കിയാലുള്ള ഒരാളാണ്. ഇനി എത്രയോ വർഷമായിട്ട് ഞാനിവിടെ പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും. പപ്പുവേട്ടന് അതിന് മുമ്പ് പരിചയമുണ്ടോ? ഇല്ല. ഞാൻ പൂച്ചക്കൊരു മൂക്കുത്തിയ സമയത്താണ് ഞാൻ പപ്പുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു 82-83 കണ്ടല്ലേ. അന്നേരം പപ്പുവേട്ടൻ വന്നു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്താണ് ഞാൻ പപ്പുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മൾ എത്രയോ നാളായിട്ട് പപ്പുവേട്ടനെ സിനിമയിലൊക്കെ കണ്ടിട്ടാണ് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ പപ്പുവേട്ടനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലാണ്. കാരണം ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു. ഞാനും പപ്പുവേട്ടനായിട്ട് ഷൂട്ടിംഗ് സമയത്ത് ഞാനും പപ്പുവേട്ടൻ്റെ ഒരു 6-7 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയദർശൻ്റെ തന്നെ കണ്ടിന്യൂസ്, അതായത് പൂച്ചക്കൊരു മൂക്കുത്തി, ഓർഡർ തമ്മാവ്, അയൽവാസി, അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ മഴവിൽ വന്നതോട് എല്ലാ സെറ്റിലും ഞാനുണ്ടാവും. പ്രിയൻ്റെ എല്ലാ സെറ്റിലും ഞാനുണ്ടാവും. അപ്പം പപ്പുവേട്ടനും അതുപോലെ വളരെ നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു. പപ്പുവേട്ടൻ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളടുത്തൊക്കെ പപ്പുവേട്ടൻ പിണങ്ങിയിട്ടില്ല. എൻ്റെ അറിവിൽ ആരോടും ഭയങ്കര സൗഹൃദമാണ് പപ്പുവേട്ടൻ എപ്പോഴും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ തന്നെ പപ്പുവേട്ടൻ നമ്മളെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുക കൂടെ ഇല്ല. വളരെ സൗഹൃദമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പപ്പുവേട്ടൻ. വളരെ അതിനൊരു സംഭവമാണ്. ഒരു വർഷം ഒരു ഷൂട്ടിംഗ്, എനിക്ക് തോന്നുന്നു അയൽവാസിയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ ഷൂട്ടിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട്, എടാ ഞാൻ ഉച്ചയാവും വരാൻ, എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തണം. ഞങ്ങളുടെ എന്ത് അപ്പോഴാണ് എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഉച്ച വരെ എനിക്കൊന്ന് എങ്ങനെയാണ് നീ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ നടക്കില്ല, ഫുൾ കോമ്പിനേഷനാണ്, രാവിലെ പ്രിയനാണ്, പ്രശ്നമാവും. അല്ല നീ എനിക്ക് എന്താണെന്ന് അറിയാമോ, പുള്ളി ആറ്റിങ്ങിലൊരു ഉദ്ഘാടനം ഏറ്റിട്ടുണ്ട്, അതിന് പോകണം. ഞാൻ പോയേ പറ്റൂ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഞാൻ എന്തും പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുന്നു പപ്പടം, ഞാൻ എന്ത് ചെയ്യും പപ്പടം ഞാൻ എനിക്കറിഞ്ഞൂടെ നീ എന്ത് ചെയ്യുന്നു. ഞാൻ അവസാനം സെറ്റിൽ പോയി പ്രിയൻ്റെ അസിസ്റ്റൻസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് എങ്ങനെ അറിയില്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ ഗുലുമാല കാണിച്ച് 12 മണിക്ക് പുള്ളി എത്തി. പുള്ളിക്ക് ആകപ്പാടെ സങ്കടവും ദേഷ്യം വരുന്ന ഒരു സമയം എപ്പോഴെന്ന് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീട്ട് കളിക്കും, പൈസ വെച്ച് ചീട്ട് കളിക്കും. ചീട്ട് കളി തോറ്റാ സങ്കടം വരും. എന്നിട്ട് ഇത് കള്ളക്കളിയാണെന്നാണ് വഴക്കുണ്ടാക്കിയിട്ട് ചീട്ടെടുത്ത് എറിഞ്ഞിട്ട് പോകും പൈസ തരാൻ. അങ്ങനെയൊക്കെ ചില കുരുട്ട്. അതെ, പുള്ളി എത്തിയിട്ട് പുള്ളി ഒറ്റ അടി അടിച്ചു. മനുഷ്യൻ രാവിലെ റെഡിയാവണ്ടേ, റൂമിൽ വെള്ളമില്ലായിരുന്നു, 12 മണി വെള്ളം വന്നപ്പോ. അപ്പം ഞാൻ മിണ്ടുന്നില്ല, പ്രിയനെ മിണ്ടിയില്ല, ആരും ഒന്നും മിണ്ടിയില്ല. അപ്പം അമ്പിളിച്ചേട്ടൻ, ജയതിച്ചേട്ടൻ അടുത്ത് നിന്ന്, ബാക്കി ഒരുപാട് പേര് തൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ രാവിലെ റെഡിയാക്കി പോകുന്നല്ലോ, എനിക്ക് മാത്രം വെള്ളം കിട്ടത്ത്. പപ്പുവേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല ശരി, അങ്ങനെ അടുത്ത് വന്ന അങ്ങനെ മുഖത്തൊക്കെ ആർക്കും വഴക്ക് പറയാൻ തോന്നുന്നില്ല. അല്ല, പപ്പുവേട്ടൻ ഒരിക്കലും ഒരു നമ്മുടെ സിനിമാക്കാരുടെ രീതിയല്ല, ഒരു നാടനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുമ്പോൾ നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല, അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയും. ഒരിക്കലും പപ്പുവേട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല.